സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മതം നോക്കിയിട്ടാണെന്നുള്ളത് മലപ്പുറത്ത് പോയി ചോദിക്കണം. എന്നോടല്ല ചോദിക്കണ്ടേ. എന്തേ മലപ്പുറത്ത് ഹിന്ദുക്കളില്ലേ? അപ്പോൾ ഈ സംവാദമൊന്നും വേണ്ട. അതൊക്കെ നിങ്ങൾ വേറെ ആൾക്കാരുടെ അടുത്ത് മതി, എൻ്റെ അടുത്ത് വേണ്ട. അല്ല, ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ പരാതി പോകുന്നതാണല്ലോ പറഞ്ഞേ. കാര്യങ്ങളിൽ കുറേ കാര്യമുണ്ട്, പറഞ്ഞോളൂ. വർഗീയ എന്താണ് വർഗീയ പരാമർശം നടത്തിയത്? വർഗീയ പരാമർശം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അതല്ല ഉദ്ദേശം. വർഗീയ പരാമർശം എന്ന് പറഞ്ഞാൽ അത് വേറൊരു മതവിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ പറയണം. അത് വേറെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരായി പറയണം. അതാണ്. ഒരു മിനിറ്റ്, നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയട്ടെ. കൗതുക ലേശം കൂടുതലാണ്. ഷാജി പറഞ്ഞത് മതമാണ് 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 മുഖമുദ്ര. മതം മാത്രമാണ് മുഖമുദ്ര. മതം മാത്രമാണ് മുഖമുദ്ര. കഴിഞ്ഞ 10 വർഷം ഞങ്ങളുടെ സമുദായത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ആർക്കും പരാതിയില്ലല്ലോ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാൻ പറയണം. നിങ്ങൾ ചോദ്യം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക്, ഉത്തരം പറയാനുള്ള അവകാശം എനിക്ക്. നിങ്ങൾ സമാധാനപ്പെട്ടിരിക്കും. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയണത് കേൾക്ക്. ഇനി നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ ഈ പരിപാടി നിർത്തും. ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കാൻ സമയം എന്താ? ഇത് വാക്കുകൾക്കല്ലല്ലോ. നിങ്ങൾ ചോദ്യം ചോദിക്കല്ലേ. ചോദ്യം ചോദിച്ചാൽ പിന്നെ മിണ്ടാതിരിക്കുക. സാമാന്യ മര്യാദ കാണിക്കുക. പത്രസമ്മേളനം കൊല്ലം കുറേ ഞാൻ നടത്താൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ സംവാദമൊന്നും വേണ്ട. അതൊക്കെ നിങ്ങൾ വേറെ ആൾക്കാരുടെ അടുത്ത് മതി, എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള താല്പര്യം നിങ്ങൾ കാണിക്കുക. സംവാദമാണെങ്കിൽ വെളിയിറങ്ങിക്കുക, നമുക്ക് നോക്കാം. അപ്പോൾ പിന്നെ മിണ്ടായിരിക്കും മിസ്റ്റർ. ഞാൻ സംസാരിക്കട്ടെ. ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും ചോദിക്കുക. എനിക്ക് നിങ്ങൾ ഉത്തരം പറയാൻ സമയം തരുമ്പോൾ ഞാൻ പറയാം. എൻ്റെ ചോദ്യം ഇത് തന്നെയാണ്. ഈ ചോദ്യം ഞാൻ വീണ്ടും 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 ഊന്നി പറയുന്നു. മാറ്റമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കുകയോ എനിക്കെതിരായിട്ട് നിങ്ങൾ വാർത്ത കൊടുക്കുകയോ ഞാൻ വർഗീയത പറഞ്ഞു എന്നോ നിങ്ങൾക്ക് പറയൂ, എന്തു വേണം ചെയ്യാം. പക്ഷെ ഞാൻ ഊന്നി പറയുന്നു, എന്തുകൊണ്ട് 50 വർഷമായിട്ട് 1980 ശേഷം 50 വർഷമായിട്ട് എന്തുകൊണ്ട് ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷവും വലതുപക്ഷവും നിർത്തുന്നില്ല? ഇവിടെ ഇത് ഈ നാട്ടിലെ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഞാൻ ഉന്നയിക്കും സാർ. ജനാധിപത്യ പ്രക്രിയയാണെന്ന് അറിയാലോ. അവിടെ സ്ഥാനാർത്ഥികളെ നിൽക്കുന്നത് അല്ലെങ്കിൽ ജനപ്രതിനിധികൾ നിൽക്കുന്നത് അവരെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ഈ സ്ഥാനാർത്ഥികളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഹിന്ദുക്കളെ കൊണ്ടുവരണം എന്ന് പറയുന്നത് എന്തുമാത്രം ന്യായമുണ്ട്? അതിനെങ്ങനെയാണ് ഇത്ര മാത്രം ന്യായീകരിക്കാൻ കഴിയുന്നത്? പൊതുസമൂഹം ഇത് ഉറ്റുനോക്കുന്നില്ല. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്രമാത്രം വർഗീയ പരാമർശം നടത്തുമ്പോൾ അത് കേരളത്തിൽ ഭയങ്കരം തന്നെ. സുഹൃത്തെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ വർഗീയ പരാമർശം സുഹൃത്തെ ഇനി എൻ്റെ മതം നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മതം നോക്കിയിട്ടാണെന്നുള്ളത് മലപ്പുറത്ത് പോയി ചോദിക്കണം. എന്നോടല്ല ചോദിക്കണ്ടേ. എന്തേ മലപ്പുറത്ത് ഹിന്ദുക്കളില്ലേ? എന്താ ഒരു ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേ. അത് പോയി മലപ്പുറത്ത് ചോദിക്കുക. സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മതം നോക്കിയിട്ടാണെന്ന്. അവിടെ ഹിന്ദുക്കളില്ലേ? എന്തേ ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്തത്? ഞങ്ങൾ എന്തു പറയുമ്പോഴും വർഗീയ പരാമർശം. വർഗീയത എന്ന് പറഞ്ഞ ഒരു മതത്തിനെതിരായിട്ടാണ് സാർ. ഞാൻ ഒരു മതത്തിനെതിരായിട്ടല്ല പറയുന്നത്. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഉണ്ടായില്ല, എന്തുകൊണ്ടൊരു ഹിന്ദു സ്ഥാനാർത്ഥി ഉണ്ടായില്ല എന്നാ ചോദ്യം. അത് മതവിരുദ്ധമാവണം എങ്ങനെ? വെരി കറക്റ്റ്. നല്ല ചോദ്യം. അത് ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കട്ടോ, എന്നോടല്ല ചോദിക്കണ്ടേ. ഒരു ഹിന്ദു MLAയുടെ ആവശ്യം എന്താ? ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മലപ്പുറത്ത് പോയി ചോദിക്കാൻ. ആ ചോദ്യത്തിന് ഉത്തരം മലപ്പുറത്ത് ചോദിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അത് അവിടെ പോയി ചോദിക്കുക. ഇതേ ചാനൽ അവിടെ പോയി ചോദിക്കുക. അപ്പോൾ അവർ ഉത്തരം പറയും. മതം മാത്രമായതിനെ മതേതരത്വം എന്ന് പറയാം. മതേതരത്വം മാത്രമായതിനെ മതം എന്ന് പറയുന്ന വിരോധാഭാസമാണ് ഇവിടെയുള്ളത്. സത്യം ചൂണ്ടിക്കാണിക്കും വർഗീയത കാണിക്കുന്നവർ മതേതരത്വവാദികൾ തുറന്നു പറയും. അതിൻ്റെ പേരിൽ ആര് പരാതി കൊടുത്താലും, അതിൻ്റെ പേരിൽ ആരെതിർത്താലും ശരി, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒത്തില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക.